നോക്കി 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 ശ്രദ്ധിച്ച് മാറി മാറി നടന്നു. പോടാ പോടാ ഭാഗ്യം. പേടിച്ചു പോയി. അവിടെ എന്താ അത്? അല്ല 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 അതല്ല 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 സാർ ഇത് വഴി വന്നു. നമസ്കാരം. ശ്രീനിവാസന്റെ ആക്ഷൻ ചെയ്തത് ഉഗ്രനായിരുന്നു. ആര് ഇപ്പൊ ചെയ്തില്ലേ? ചാടി വന്നാണോ? അയ്യോ, ശ്രീനി സാറിന്റെ ആക്ഷൻ എടുത്തല്ല. പിന്നെ അത് വരുന്ന വഴിക്ക് ഒരു നെയ്യുറുമ്പ്. അപ്പൊ അതിന് തട്ടാതെ ഞാനൊന്ന് ഒഴിഞ്ഞു മാറി വന്നാണ്. അതാണോ നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ അതെ അതെ ഞങ്ങൾ വിചാരിച്ചത് ഈ സ്റ്റേജ് ഇങ്ങനെ തൂത്ത് തൂത്ത് പുതിയ ആൾക്കാരെ വെച്ചിരിക്കുക. അല്ലല്ല, ഒരു ഉറുമ്പിനെ പോലും നോവിച്ചു കൂടാന്നാണ്. അതായത് ഈ ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രകൃതിയെ സ്നേഹിക്കൂ, മൃഗങ്ങളെ രക്ഷിക്കൂ. പ്രകൃതീശ്വരി നിന്റെ ആരാധകൻ, ഞാനൊരാസ്വാദകൻ, അന്ധവനഗായകൻ. കമോൺ പരിപാടി. പ്രകൃതീശ്വരി നിന്റെ ആരാധകൻ, ഞാനൊരാസ്വാദകൻ, അന്ധവനഗായകൻ. പ്രകൃതിയുമായിട്ട് ഞങ്ങൾ അത്ര ഇഴകിച്ചേർന്ന് ജീവിക്കുന്ന 3 വ്യക്തിത്വങ്ങളാണ് ഈ നിൽക്കുന്നത്. അതെ, നമ്മളൊന്ന് പരിചയപ്പെടുത്തും. എന്റെ പേര് പ്രകൃതി ദത്തം. പ്രകൃതി ദത്തം ദത്തം. അച്ഛനിട്ട പേര് സുനിൽ ദത്ത് എന്നായിരുന്നു. പിന്നെ ഞാൻ ഈ പ്രകൃതിയായിട്ടുള്ള സ്നേഹം കാരണം ഞാൻ എന്റെ പേര് ഞാൻ തന്നെ ഒന്ന് മാറ്റി പ്രകൃതി ദത്തം എന്നാക്കി. പ്രകൃതി ദത്തനല്ലേ ശരിക്കും? ദത്താണ് ഇൻഷ്യലാണ്. ഇൻഷ്യലാണ്. പ്രകൃതി ദത്തം. അങ്ങനെയാണ് ചേർത്ത് പറയുമ്പോ അങ്ങനെ വരും. ഞാൻ പ്രകൃതി രമണീയൻ. എന്റെ പേര് രമണൻ എന്നാണ്. അപ്പം ഇദ്ദേഹത്തിനോട് ചേർന്ന് പ്രകൃതിയെ സ്നേഹിക്കണം. അപ്പൊ പ്രകൃതിയോട്ടുള്ള ഇഴുകിച്ചേർന്ന വാക്ക് പ്രകൃതി രമണീയൻ. അങ്ങനെ ഞാൻ അറിയപ്പെടുന്നു. എന്റെ പേര് സ്നേഹ എന്നായിരുന്നു. അപ്പൊ ഞാനും ഇങ്ങനെ പ്രകൃതിനെ സ്നേഹിച്ച് ഇവരുടെ കൂടി പ്രകൃതി സ്നേഹി എന്നാക്കി. നല്ല പേരാ, കൊള്ളാം. ശരിക്കും പറഞ്ഞ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് മനുഷ്യരൊക്കെ മൃഗങ്ങളെ ഇങ്ങനെ ചൂഷണം ചെയ്തോണ്ടിരിക്കുകയല്ലേ അല്ലെ? എന്താ നിങ്ങളുടെ അഭിപ്രായം? നമ്മൾ ശരിക്കും ഈ പ്രകൃതിയിൽ ഉണ്ടാവുന്ന ഈ മാറ്റങ്ങൾക്ക് കാരണം നമ്മളും കൂടെ വരുത്തി വെക്കുന്നതല്ലേ? ശരിക്കും ഇപ്പൊ നമ്മളൊരു ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്? ദേ അവന് കുറുക്കന്റെ ബുദ്ധിയാന്ന് പറയില്ലേ? നല്ലൊരു സ്ത്രീ ഇങ്ങനെ നടന്നു പോകുമ്പോ നമ്മൾ എന്ത് പറയും? അവക്ക് അന്ന നടയാന്ന് പറയില്ലേ? പിന്നെ നമ്മളൊരു ഒരു ശൗര്യമുള്ള ഒരാളെ കാണുമ്പോ നമ്മൾ പറയും അവന് സിംഹത്തിന്റെ ശൗര്യമാന്ന് പറയും. തലയെടുപ്പ് പറയും. നമ്മളെല്ലാവരും മൃഗങ്ങളായിട്ടാണ് ഉപമിക്കുന്നത്. മമ്മൂക്ക വന്ന് നിന്ന് കഴിയുമ്പോ ഒരു സിംഹത്തിന്റെ തലയെടുപ്പല്ലേ? അതെ, ശരിക്കും നമ്മളേലും ഉയരങ്ങളിലാണ് മൃഗങ്ങൾ നിൽക്കുന്നത്. ശരിക്കും ഇതിനൊക്കെ ഉള്ളൊരു പ്രചോദനം സാറിന്റെ അച്ഛനാണ്. അച്ഛൻ ഭയങ്കര പ്രകൃതി സ്നേഹിയാണ്. ഞങ്ങൾ 2 ആൺപിള്ളേരാണ്. മൂത്തൊരു ജ്യേഷ്ഠനുണ്ട്. അപ്പൊ അദ്ദേഹം പ്രകൃതിയോടുള്ള സ്നേഹം കൊണ്ട് അച്ഛന് ഞങ്ങളുടെ 2 പേരുടെ പേര് മൊബൈലിൽ ഫീഡ് ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? മൂത്തയാളുടെ പേര് വാഴ 1 എന്നാണ് മൊബൈലിൽ സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. വാഴ 1. എന്റെ നമ്പർ സേവ് ചെയ്ത് വെച്ചേക്കുന്ന വാഴ 2. അത്രയും സ്നേഹമാണ് പ്രകൃതിയോട്. അത് സ്നേഹം കൊണ്ടല്ല, ഇതിലും ഭേദം വാഴ വക്കില്ലായിരുന്നു എന്ന് പറയുന്നതായിരുന്നു. അങ്ങനെ ഒരു നാനാർത്ഥം അതിനുണ്ടോ എന്നുള്ളത് അച്ഛനോടൊന്ന് ചോദിക്കാൻ ഇപ്പൊ അച്ഛൻ ജീവിച്ചിരിപ്പില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ വിശ്വസിക്കുന്നില്ല. ഞാനത് പുച്ഛത്തോടെ അവഗണിക്കുന്നു, തള്ളിക്കളയുന്നു. കാരണം അച്ഛന് ഒരു ഡോക്യുമെന്ററി എടുക്കുന്നതിന് വേണ്ടി ഉൾക്കാട്ടിലേക്ക് കയറിപ്പോയി. ഒരു പാറക്കെട്ടിനടുത്ത് ചെന്നപ്പോൾ അച്ഛന്റെ കാലിൽ എന്തോ ഒന്ന് കടിച്ചു. അച്ഛൻ നോക്കുമ്പോൾ വിശന്നു വലഞ്ഞു വന്ന ഒരു കുളയട്ട അച്ഛന്റെ കാലില് കണങ്കാലിൽ ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുകയാണ്. അച്ഛൻ എന്ത് ചെയ്തു? കാലങ്ങോട്ട് നീട്ടി ഒരു പാറയുടെ മുകളിലേക്ക് കാലിങ്ങനെ ഉയർത്തിയിട്ട് വേറൊരു പാറയിൽ ചാരിയിരുന്നു. അച്ഛനൊന്നും മയങ്ങി. അവൻ കുടിച്ചോട്ടെ എന്ന് വിചാരിച്ചു. പ്രകൃതി സ്നേഹം. അങ്ങനെ അവിടെ ഇരുന്ന് അച്ഛൻ സമാധിയായി. കംപ്ലീറ്റ് കുടിച്ചു. അല്ല, അച്ഛൻ ഈ ഉറങ്ങിയ സമയത്ത് 500 കുളകെട്ടകൾ വന്ന് കടിച്ചു. അച്ഛൻ ഇതറിഞ്ഞില്ല. സിരകളിൽ കൂടി ഒഴുകിയിരുന്ന രക്തങ്ങൾ വാർന്ന് അച്ഛൻ മരിച്ചു. ഇപ്പൊ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ബ്ലഡുകൾ ആശ്രയിച്ച് ജീവിക്കുന്ന എത്രയോ ജീവികളുണ്ട്. ഉദാഹരണത്തിന് കൊതുക്. ചില മനുഷ്യർ എന്താണ് ചെയ്യുന്നത്? ഇതുപോലൊരു കടും ക്രൂരത ചെയ്യാനുണ്ടോ ആ മിണ്ടാപ്രാണിയോട്? വിശന്ന് വരഞ്ഞ് അവൻ ഒരു തുള്ളി രക്തം കുടിക്കാൻ വരുമ്പോ എന്താണ് ചെയ്യണം? അടിച്ചു കൊല്ലുകയാണ്. ഒരു കുടുംബമാണ് അവിടെ അനാഥമായി പോകുന്നത്. വളരെ പ്രതീക്ഷയോടെ വരുന്നത് അതിനെ നിഷ്കരണം അടിച്ചു കൊല്ലുകയാണ്. സാർ ഇമോഷണൽ ആവരുത് സാർ. അല്ല, ഇത് പറയുമ്പോ എപ്പോഴും സാർ ഇങ്ങനെയാണ്. അതാ നമ്മൾ ആ കുടുംബങ്ങളെല്ലാം അത്രയും നമ്മൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. അത് കരയായിരിക്കും സാർ. സത്യം പറയല്ലേ, ഞങ്ങൾ ഈ കൊറോണയുടെ
വാക്സിനേഷൻ പോലും എടുത്തിട്ടില്ല. കോവിഡിന്റെ ഇഞ്ചക്ഷൻ എടുത്തു. ഇല്ലില്ല. എന്താണ്? നല്ലതാണ്. അതൊരു വൈറസ് അല്ലേ? എന്തിനാണ്? നശിച്ചു പോവില്ലേ? അതൊരു ജീവനല്ലേ? ശരിക്കും പറഞ്ഞാൽ തൊഴണം, അതെ നിങ്ങളെ തൊഴണം. അതെ. അല്ല, സംരക്ഷിക്കുന്നു പറഞ്ഞു. അതെ സിംഹവാലം കുരങ്ങളില്ലേ, അതെ അതെ. അതിനെ നിങ്ങൾ സംരക്ഷിക്കാൻ പറ്റുന്നുണ്ടോ? സിംഹവാലം കുരങ്ങെന്ന് പറയുന്നത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, അതിന് സംരക്ഷിക്കാൻ അല്ലേ? പറ്റുന്നുണ്ടോ? അതിനറിയാം, ആ ജീവിക്കറിയാം അതിന്റെ വംശപരമ്പരകൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കാരണക്കാരാണ്? ആരാണ്? ഇത് സ്വൈരവികാരം ആ വനത്തിനുള്ളിൽ അതിന്റെ ആവാസ മേഖലയിൽ അത് സ്വസ്ഥമായി വിരമിക്കുന്ന സമയത്ത്, ആ സമയത്ത് കുറച്ച് വൈൽഡ് ഫോട്ടോഗ്രാഫേഴ്സ് അവരുടെ സ്വൈരവികാരം നടക്കുന്ന സ്ഥലത്തേക്ക് ഇടങ്ങളിലേക്ക് കയറി ചെല്ലുകയാണ്. പിന്നെ എങ്ങനെ പരമ്പരയുണ്ടാകും? നമ്മുടെ വീഡിയോ വാട്സാപ്പിൽ നമുക്ക് ഇഷ്ടപ്പെടുവോ? മൊബൈൽ ക്യാമറ വെക്കും അവിടെ. അതെ അതെ, അവർ കൂട്ടം തെറ്റി പോവാണ്. അവർക്കൊന്നും ഒന്നിക്കാൻ പറ്റുന്നില്ല. മൂഡ് ഔട്ട് ആയി പോകുന്നു. വന്ന കാര്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ സാറേ, ഞങ്ങൾ ഇവിടെ വന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഓഫീസിന്റെ ഉദ്ഘാടനമാണ് ഈ വരുന്ന ഞായറാഴ്ച 9:45 ഉദ്ഘാടനം. ആ മഹത് കർമ്മത്തിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് പങ്കെടുക്കണം. അതെ, ഞാൻ പറയട്ടെ, ഇപ്പൊ രാവിലെ വരാൻ പറ്റിയില്ലെങ്കിൽ ഉച്ചക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് വരണോ, അല്ലെങ്കിൽ അവിടെ അതെന്ത് ചോദ്യമാണ്? ഭക്ഷണം കഴിക്കരുത്. അടുത്ത ദിവസം നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ പറഞ്ഞ എപ്പോ വന്നാലും ഭക്ഷണം അല്ല, കഴിക്കാതെ. ഉച്ചയ്ക്ക് രാവിലെ ഞങ്ങൾ ഒരുപാട് വെറൈറ്റി ഭക്ഷണങ്ങളാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. എന്താ രാവിലെ വരുന്നവർക്ക് നമ്മൾ ആദ്യം കൊടുക്കുന്നത് തേനാണ്. തേനാ? പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്. അത് നമ്മൾ ഓരോ തുള്ളി കൊടുക്കും. ശുദ്ധമായ തേൻ. പിന്നെ കുടിക്കാൻ നമ്മൾ ഇളനീരാണ് കൊടുക്കുന്നത്. ഓക്കെ. അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഫുഡും നമ്മൾ അവിടെ ഇല്ല. ഉച്ചക്ക് എന്താ ഭക്ഷണം? അതിന് നമുക്കിപ്പോ ചോറിന്റെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് ആടിനെ തോരൻ വെച്ചതുണ്ട്, പിന്നെ അതിന്റെ മട്ടൻ ലിവർ ഉണ്ട്, മട്ടൻ ചാപ്സ് ഉണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, ചിക്കൻ ഉലത്തിയതുണ്ട്, ചിക്കൻ പെരട്ടുണ്ട്, അല്ലേ? ആടിന്റെ തലച്ചോറ് ഫ്രൈ ചെയ്തോണ്ട്. അയ്യോ. പിന്നെ കുഞ്ഞു കുഞ്ഞു മൊയിലുകളില്ലേ, അതിനെ തിളച്ച എണ്ണയിലിട്ട് മൂപ്പിച്ചത്. അല്ല, പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഇത്ര നേരം ഉറുമ്പിനെ വരെ കൊല്ലാതെ നിങ്ങൾ നടന്നു വന്ന കക്ഷികളാണെന്ന്. അതെ 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 അതെ. നിങ്ങൾ ഭയങ്കര കള്ളന്മാരാണ്. നിങ്ങൾ ഈ ഉച്ചക്ക് കൊടുക്കുന്ന പറഞ്ഞാൽ ഇത്രയും ഇങ്ങനെയുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നത്? ഇങ്ങനെ മൃഗങ്ങളെ മൃഗങ്ങളെയൊക്കെ കൊന്ന് തലച്ചോറക്കാണല്ലോ. അയ്യോ, ഞങ്ങളല്ല കൊല്ലുന്നത്. കൊല്ലുന്നത് ഞങ്ങളല്ല. കൊല്ലാൻ ആള് നിർത്തിയിട്ടുണ്ടോ നമ്മള്? കൊല്ലാൻ അവിടെ ആളിനെ നമ്മൾ ഞങ്ങള് നടത്തില്ല. ഞങ്ങൾ അങ്ങനെയുള്ള പാപങ്ങളൊന്നും ചെയ്യാറില്ല. പിന്നെ പണ്ടൊരു പഴഞ്ചൊല്ലുണ്ടോ, ഈ ഒന്നാ പാപം തിന്നാ തീരും. അത് നമ്മൾ കൊല്ലുന്നു, നിങ്ങൾ തിന്ന് പാവം തീർക്കും. അപ്പൊ ശരി, സംഭവം മനസ്സിലായി. ഒരു കാര്യം മറന്നുപോയി. ആ മുയല് പെരട്ടിയത് ഞാൻ ഗ്യാസിൽ വെച്ചിട്ടാ പോകുന്നത്. നിനക്കിതാണ് ഒരു ഉത്തരവാദിത്വമില്ല. ആ ലിവർ നീ മിനിങ്ങന്ന് കഴിച്ചു കളഞ്ഞില്ലേ? അയ്യോ, ഞാൻ പോയി ഓഫ് ചെയ്യട്ടെ. മുയൽ